ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. മണിക്കൂട്ടന് 6 മണിക്കാണ് ട്യൂഷൻ. പക്ഷേ ട്യൂഷന് പോകണില്ല. എന്താണെന്ന് വെച്ചാൽ 9 മണിക്ക് എക്സാമിന് എത്തണം. അപ്പോൾ പിന്നെ ട്യൂഷന് പോയി വന്നിട്ട് പിന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവനെ അവിടെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇന്ന് കറി വെക്കണത് പരിപ്പും ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ടാണ്. പിന്നെ അമരപ്പയർ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഉപ്പേരിയും വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചക്കക്കുരും പരിപ്പൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ കഴുകി വാരി വേഗം ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനേ പോയിട്ട് വേഗം തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചു. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി അത്രയ്ക്ക് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട്. അപ്പം ഞാൻ വേഗം നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഇനി എനിക്ക് അത്യാവശ്യം അടുക്കളയിലെ പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ വേഗം പോയി കുളിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്, കാലത്ത് തന്നെ കുളിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എണ്ണ തേച്ചത്. പക്ഷേ നല്ല തണുപ്പായ കാരണം കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം ചായയൊക്കെ ആറ്റി അവിടെ മാറ്റി വെച്ചു. പിന്നെ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കണം, പിന്നെ ദോശമാവ് ഇന്നലെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഇന്നലെ മണിക്കൂട്ടന് വാവിച്ചിക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു. ബാക്കി കുറച്ച് മാവിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ വാവച്ചിക്ക് ഇന്ന് സ്കൂളില്ല. എന്താണെന്ന് വെച്ചാൽ അവളെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകണ കാരണേ അവൾ പോകണില്ല. അപ്പോൾ വേഗം ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വയറുവേദന. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് എണീറ്റപ്പോൾ തന്നെ പീരീഡ്സ് ആയിട്ടേ ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഗുളിയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ ഞാൻ വേഗം എന്താ പറയുക, ഉപ്പേരി വെക്കാനാണ് നോക്കണത്. അപ്പോൾ അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിൽ മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇടിച്ച മുളക് പൊടിയും പിന്നെ സാധാരണ നമ്മൾ പൊടിപ്പിക്കുന്ന പൊടിയില്ല, അതാണ് ഇട്ട് കൊടുത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ച മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ല എരിവാണ്. അപ്പോൾ അങ്ങനെ എരിവ് മണിക്കൂട്ടിന് വാവിച്ചിക്കൊന്നും തീരെ ഇഷ്ടമല്ല എരിവ്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഉപ്പേരിയൊക്കെ കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ട രസം ഉണ്ടാവും. പക്ഷേ നാളികേരമൊന്നും ചിരകാനായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ചട്നിയല്ല ചമ്മന്തിയാണ് അരച്ചത് ദോശയിലേക്ക്. അതിന് ഞാൻ നാളികേരം കൊത്തുകയാണ് ചെയ്തത്, അല്ലാണ്ട് ചിരകുന്നല്ല ചെയ്തത്. എന്നിട്ട് ഞാൻ വേഗം ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ മാങ്ങ ചെത്തുകയാണ്. ഒരു മാങ്ങ വാങ്ങിച്ചതാണ് ഇന്നലെ. ഒരു മാങ്ങയ്ക്ക് 15 രൂപയാണ് വില. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവാണ്ട മാങ്ങ തന്നെയാണ്. പക്ഷെ ഞാൻ മുരിങ്ങക്കായും ചക്കക്കുരും പരിപ്പൊക്കെ ഇട്ട് വെക്കുമ്പോൾ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്, തക്കാളി ഇട്ടാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനൊരു മാങ്ങ വാങ്ങിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം മാങ്ങ എടുക്കണമല്ലോ പരിപ്പിലിടാനായിട്ട്. പിന്നെ ഒരു കഷ്ണം ഞാൻ അവിടെ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാളെ വല്ല ചമ്മന്തി ഇങ്ങനെ അരയ്ക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നാളികേരമൊക്കെ ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല രസമല്ല. അപ്പോൾ ഞാൻ വേഗം മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയെടുത്തതിന് ശേഷം വേഗം അത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അത് വേഗം ഞാൻ കുക്കറിലല്ല മാങ്ങ മുരിങ്ങക്കായും കൂടിയിട്ട് വേറെ വേവിക്കാമെന്നാണ് വിചാരിച്ചത്. കുക്കറിൽ പരിപ്പും ചക്കക്കുരും കൂടി വേവിച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുരിങ്ങക്കായ നാളെ പൊട്ടിച്ചപ്പോഴേ ഉണ്ടായിരുന്നത് ഞാൻ നുറുക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പൂരത്തിന് പോകുമ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോവും. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും. എന്നിട്ട് ഞാൻ വേഗം മാങ്ങയും പിന്നെ മുരിങ്ങക്കായും കൂടി വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും അമരപ്പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കഴുകി വാര വെച്ചിട്ട് അത് ഞാൻ പറയില്ല ഉള്ളി മൂപ്പിച്ചതിലിട്ട് മുളകും പൊടി മൂപ്പിച്ചതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് അങ്ങനെ അടച്ച് വെച്ച് അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുക, ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം നാളികേരമൊക്കെ കൊത്തിയെടുത്തതിന് ശേഷം ചമ്മന്തി അരയ്ക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വാവച്ചി പിന്നെ ദോശയൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ട, അവൾക്ക് പോകണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു ദോശ ഞാൻ ഉണ്ടാക്കാം അമ്മ, ചമ്മന്തി അരച്ച് വെച്ചാൽ മതി എന്ന്. അപ്പോൾ ഞാൻ വേഗം ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അത് വേഗം ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി. അപ്പം ഞാൻ പറഞ്ഞു ബാക്കി ചമ്മന്തി ഉണ്ടെങ്കിൽ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചോളൂ എന്ന്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറണ്ട് പോയി. അത് കാരണം പിന്നെ പരിപ്പ് കറി എന്താ ചെയ്യണമെന്നൊന്നും കാണിച്ച് തരാൻ പറ്റിയില്ല. ഞാൻ പരിപ്പിൽ വെറുതെ വേവിച്ച മാങ്ങയും മുരിങ്ങക്കായും അതിലിട്ട് കൊടുത്തിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുകയാണ് ചെയ്തത്. അപ്പോഴേക്കും പിന്നെ കറണ്ട് വന്നു. അപ്പം അങ്ങനെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അമരപ്പയർ ഉപ്പേരിയും ആയി വന്നിട്ടുണ്ട്. പിന്നെ അതേ പരിപ്പ് കറിയും കൂടി ഇനി കടുക് വറുത്തെടുക്കണം. അപ്പം അങ്ങനെ ഇനി പിന്നെ ചോറാക്കണം. മണിക്കൂട്ടം പിന്നെ ചോറ് കൊണ്ടുപോകാറില്ല, ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളിൽ നിന്നാണ് കഴിക്കാറ്. അപ്പം അങ്ങനെ ദോശമാവ് ഇതേ ഇത്രയും മാവ് തന്നെയുള്ളൂ. അപ്പോൾ വിജയശേട്ടൻ പറഞ്ഞ ആൾക്ക് ദോശ വേണ്ട, ആൾ ചോറുണ്ടോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് 2 പേർക്കല്ലേ വേണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ചമ്മന്തി അരച്ച് വെച്ചു. അവർക്കാകുമ്പോൾ പിന്നെ ചമ്മന്തിയൊക്കെ മതി. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, വേപ്പില പിന്നെ വിജയശേട്ടൻ പൊട്ടിച്ച് കൊണ്ടുവന്ന് തന്നു നമ്മുടെ വേപ്പിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കടുക് വറുത്ത് അങ്ങനെ ഒഴിച്ചു. അപ്പോൾ അങ്ങനെ അടുക്കളയിലെ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറ് ഞാൻ ഇതുപോലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് പുലർച്ചയ്ക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഇറക്കി വെക്കണത് പെട്ടെന്ന് വേവണ അരിയായിരുന്നു. അത് കാരണം ഞാൻ നേരത്തെ എണീറ്റിട്ട് തിളപ്പിച്ചിറക്കി വെക്കുകയാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഗ്യാസും എല്ലായിടത്തും നന്നായി തുടച്ചിട്ടു. എന്ന് വെച്ചാൽ ഈ കടുകൊക്കെ വറുത്തിട്ടേ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ നന്നായി തുടച്ചു. പിന്നെ വാവച്ചി ഇന്ന് ഇവിടെ ഇരിക്കുന്ന കാരണം വാവച്ചി അത്യാവശ്യം എല്ലാ പണികളും ചെയ്യും. എന്നാലും പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയാൽ പിന്നെ അവൾക്ക് അതൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ആളിതുപോലെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല വൃത്തിയാക്കിയിട്ടിടും, വീടൊക്കെ നല്ല നീറ്റാക്കിയിടും. പിന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുള്ള പണിയൊന്നും ചെയ്യരുതെന്ന് പറയും. എനിക്ക് പേടിയാണേ, വല്ല കയ്യോ കാലൊക്കെ പൊള്ളിച്ച്
കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചായയൊക്കെ വെച്ചിട്ട് രണ്ടുപേരും കൂടി കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെ എല്ലായിടത്തും ഞാൻ തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചു. ഇനി എനിക്ക് ചോറ് നോക്കിയപ്പോൾ വെന്ത് വന്നിട്ടില്ല. അപ്പോൾ ചോറ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാർക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം കുളിക്കാനായിട്ട് പോകാൻ നോക്കുകയാണ്. കുളിക്കാനായിട്ട് പോയി നോക്കുമ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. വാവച്ചി മിറ്റൊക്കെ അടിച്ചു വാരുന്നു. ആൾ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞാലേ ചെയ്യാറുള്ളൂ. പക്ഷെ ഞാൻ ഇന്നൊന്നും പറഞ്ഞില്ല. ആൾ മിറ്റൊക്കെ അടിക്കുന്നുണ്ടപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്നു. എന്നിട്ട് ഞാൻ വേഗം പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. പിന്നെ ഞാൻ ചോറിലെ വെള്ളം വാർന്ന് വരണല്ലേ ഉള്ളൂ. അപ്പോഴേക്കും വേഗം കറികളൊക്കെ ആക്കി. അപ്പം അങ്ങനെ പരിപ്പും മുരിങ്ങക്കായും മാങ്ങിയും ചക്കക്കുരും കൂടി വെച്ചത്. നാളികേരമൊക്കെ അരച്ചിട്ട് കടുക് പൊട്ടിച്ച ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിന് ഉണക്കമാന്തൾ വറുത്തതുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഉണക്കമാന്തളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കാളൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ കാളൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കാളൻ ഞാൻ ചോറിൽ തന്നെ ഇട്ട് കൊടുത്തു വിജയശേട്ടന്. പിന്നെ എനിക്കുള്ളത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉച്ചയ്ക്ക് കൊണ്ടുപോകണ ചോറ്റുപാത്രം. ഇതെൻ്റെ ചോറ്റുപാത്രമാണ്. പിന്നെ ഇത് വിജയശേട്ടൻ്റെയും. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം.